നോട്ട് ഗുഡ്. നമ്മള് രാവിലെ തേങ്ങ പൊതിച്ചിട്ട് സ്പ്രൗട്ട് കഴിക്കുവാണ്. ഇതൊരു വലിയ ഇതില്ല. No, it's not nice. It's usually sweet. I think you are unlucky. But it's good. That tastes different. Always it would be good if it was like blended with something sweet. That's also, but without blending, naturally it should be sweeter and it's nice. പാവം കഥകളി കളിക്കുകയാണ് കേട്ടോ. ഇന്ന് ആടുന്നുണ്ടോ കൊതു? Are you dancing? Dancing in the sunlight. രാവിലെ നമ്മൾ തേങ്ങ പൊതിച്ചു. നമ്മുടെ എപ്പി ബ്രോന്റെ വീട്ടിലാണ് സ്റ്റേ ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം. കഴിഞ്ഞ വീഡിയോ അപ്ലോഡ് ചെയ്ത് അത് ഇട്ടിട്ട് അത് കണ്ടവർക്ക് അറിയാം. അസ്സലാമു അലൈക്കും. എന്താ ഉണ്ടാക്കുന്നേ? അപ്പം ഉണ്ടാക്കുവാണ് കേട്ടോ. നമുക്ക് വേണ്ടി അപ്പവും കരിപ്പത്തിരിയോ? അരിദോശയും അപ്പവും. അരിപ്പത്തല്, അതിൻ്റെ കൂടെ മുട്ടക്കറി. രാവിലെ വോട്ടൊക്കെ ചെയ്തോ? ആർക്കാണ് ചെയ്തതെന്ന് ചോദിക്കല്ല. വീട്ടിൽ നിന്ന് ദാണ്ടെ മുഴപ്പിലങ്ങാടി ഡ്രൈവിംഗ് ബീച്ചിലോട്ട് വന്നിരിക്കുകയാണ്. ഞാൻ ഹോസ്പിറ്റലിൽ പോവാണ് കേട്ടോ. എനിക്ക് തൊണ്ട വയ്യാത്തതുകൊണ്ട് ഇനിയെങ്കിലും ഹോസ്പിറ്റലിൽ കാണിക്കണം. അമേരിക്കൻ ഹോസ്പിറ്റലിൽ പോയി കാണിക്കേണ്ട അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോകാനുള്ള തീരുമാനം എടുത്തത്. നമ്മുടെ മുഴപ്പിലങ്ങാടി ഡ്രൈവിംഗ് ബീച്ചിലൂടെ വോട്ടിന്റെ തിരക്കാണ് കേട്ടോ. ഇന്ന് നോർത്തേൺ കേരളയിലൊക്കെ ഇന്നാണ് ഇലക്ഷൻ നടക്കുന്നത് കേട്ടോ. ഇവിടെ നമ്മള് ആശുപത്രിയിലൊക്കെ കഴിഞ്ഞു. ഇനി മുഴപ്പിലങ്ങാട് ബീച്ചിൽ പോവാണ്. ബുള്ളറ്റും കൊണ്ട് ഡ്രൈവ് ചെയ്യാനായിട്ട്. ഇത് നമ്മുടെ എപ്പി ബ്രോന്റെ വണ്ടിയാണ് കേട്ടോ. ഇവിടെ നല്ല രസമുണ്ട്. ഇന്ന് ഇലക്ഷൻ ആയതുകൊണ്ട് അധികം ആളുകളൊന്നും ഇല്ല കേട്ടോ. ഭയങ്കര കാം ആൻഡ് ക്വൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. നമ്മളങ്ങനെ മുഴപ്പിലങ്ങാടി ബീച്ച് നല്ലതാണ്. Let's go drive. മാസ്ക് ഇത് താനൊന്നും പോവില്ല. ഊഴി താനൊന്നും പോവില്ല. നമ്മുടെ എപ്പി ബ്രോന്റെ കാർ വാങ്ങിച്ച് ഓട്ടിക്കുവാണ്. അതുകൊണ്ടേ കാറിൽ പോകാനും നല്ല രസമാണ് കേട്ടോ. ഇവിടെ ആൾക്കാർ ഡ്രൈവിംഗ് പഠിക്കാനും സംഭവത്തിനൊക്കെ വരുന്നുണ്ട്. അവർ തൻ്റെ ബൈക്ക് കൊണ്ട് അവിടെ നിർത്തിയിട്ടുണ്ട്. നമ്മളിവിടെ കുളിക്കാൻ വേണ്ടി വന്നതാണ്. കുളിച്ചിട്ടൊക്കെ വന്നു. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു സാധനം ലിഫ്റ്റ് അടിച്ച് കയറി വണ്ടിയിൽ മറന്നു വെച്ച്. ഹായ്, എന്തരാണ് ബ്രോ? താങ്ക് യു. എൻ്റെ ഹെഡ്സെറ്റ് മറന്നു വെച്ചപ്പോൾ അത് തരാൻ വേണ്ടി എന്നെ വിളിച്ചു കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചിട്ട് ഭക്ഷണം കഴിച്ചു. എന്നിട്ട് ഞാൻ ഇവിടുത്തെ കണ്ണൂരിലെ പയ്യാമ്പലം ബീച്ചിൽ വന്നതാണ്. സൂര്യൻ വെട്ടിത്തിളങ്ങുന്നു കേട്ടോ.
ഇത് കറക്റ്റ് ഫോക്കസ് ചെയ്ത് എനിക്ക് എടുക്കാനും പോലും പറ്റുന്നില്ല. അടിപൊളി കേട്ടോ. ഓ എന്ത് ലെവല്, ചന്ദ്രനെ പോലെ തോന്നുന്നു കേട്ടോ, സൂര്യനെല്ലാം തോന്നുന്നു. ഹൗ ആർ യു ഫീലിംഗ്? Tired. യു ആർ നോട്ട് ഹാപ്പി വിത്ത് ദ സൺസെറ്റ്? I am. ഇന്നിനി മെയ് വരുന്നുണ്ട് തെയ്യം കാണാൻ വേണ്ടി. നമ്മൾ തെയ്യം കാണാൻ വേണ്ടി പോവാണ്. നമ്മൾ അതെ തെയ്യം കാണാൻ വേണ്ടി പോവാണ്. അപ്പം മെയ് വരുന്നുണ്ട്, മെയ്നെ പോയി പിക്ക് ചെയ്യണം. പിന്നെ വേറെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. പിന്നെ വേറെ നമ്മുടെ വാലിയില്ലേ, ഓസ്ട്രിയൻ ഫ്രണ്ട്, അവൻ്റെ ഗേൾ ഫ്രണ്ട്, അവൾ വരുന്നുണ്ട്. അപ്പോൾ കുറേ ആൾക്കാരുണ്ട്. നമ്മുടെ ഒട്ടകം ഉണ്ടല്ലോ, ഈ കുതിരയെ എനിക്ക് ഒറ്റയ്ക്ക് ഓട്ടിക്കാൻ തരുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ തമ്മില്ല കേട്ടോ. കോവർ കുതിരയാണെന്ന് തോന്നുന്നു, മിക്സഡ് ആയിട്ടുള്ള ബ്രീഡാണെന്ന് തോന്നുന്നു കേട്ടോ. ഒട്ടകം കളർഫുൾ ഒട്ടകം. പിന്നെ ഞാൻ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇതാര് മെയ്, എന്തുണ്ട് വിശേഷം? Good. എന്തിനാ വന്നേ ഇവിടെ? Every day. Why you came to Kannur? Why you are following me? I'm not following you. Why you are following me? For see them. തെയ്യം? Not me? Not you. Are you very sure? Yes. ശരി ഓക്കെ ബൈ. ഗോ ഗോ ഗോ. പോയി ഒറ്റയ്ക്ക് കാണും നീ. ഇവിടെ കുഞ്ഞൂസ് ഹായ് പറ. ഇത് കുഞ്ഞൂസ്, ഇത് നമ്മുടെ സങ്കീർ ബ്രോ. എന്തുണ്ട് വിശേഷം? കുറേ ആളായല്ലോ നിന്നെ കണ്ടിട്ട്. സുഖം. അങ്ങനെ പോകുന്നു. എങ്ങനെ പോകുന്നു? ഇതെൻ്റെ കണ്ണൂരിലുള്ള ഫ്രണ്ട്, ഇത് കണ്ണൂരിലുള്ള ഫ്രണ്ട് സംഗീത് ബ്രോ. ഇത് ഏതോ എരപ്പാളി. എടപ്പാളിനോ? പിന്നെ No. പിന്നെ അവര് എലിസയും എപ്പി ബ്രോയും അവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ ഇനി ഒരുമിച്ച് വീട്ടിൽ പോയിട്ട് എപ്പി ബ്രോൻ്റെ വൈഫ് ഹൗസിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാനുള്ള ഒരു പ്ലാനാണ്. നമ്മൾ വീട്ടിൽ പോകുന്ന വഴി ഇവിടെ മുഴുപ്പിലങ്ങാട് ബീച്ചിലൂടെ ദാണ്ടെ വണ്ടി ഓടിച്ചുകൊണ്ട് പോവുകയാണ്. ഇവിടെ ഈ ഒരു സാധനം ഉള്ളതുകൊണ്ട് ഭയങ്കര ഒരു ഇതാണ് കേട്ടോ. ഇവിടെ ഈ മുഴുപ്പിലങ്ങാട് ഇങ്ങനെ നടക്കാനും ഇതിനൊക്കെ പറ്റിയുള്ള ഇത് ഭയങ്കര പ്രയോജനമാണ്. ആളുകൾ നടക്കാനും വൈകിട്ട് ആസ്വദിക്കാനൊക്കെ വരും. നമ്മുടെ കൂടെ മെയ് ഉണ്ട്. നമ്മൾ അടിപൊളിയായിട്ട് ബുള്ളറ്റൊക്കെ എടുത്ത് പോകും കേട്ടോ. ഓക്കേ കമോൺ. Oh no. കുഴപ്പമില്ല. You already ride, well, so it's okay. You already did. നല്ലപോലെ അടിപൊളി ഓൾറെഡി ഓടിച്ചായിരുന്നു കേട്ടോ. ഒരു ക്ലച്ച് റിലീസ് ചെയ്യുമ്പോൾ കുറച്ച് മീൻ പിടിച്ചിട്ട് വന്ന ആൾക്കാർ അവരെല്ലാവരും എന്താ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കരയിലോട്ട് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഈ ലൈവ് മീൻ ഇവിടുന്നതുകൊണ്ട് അവിടെ കൊണ്ടുപോയിട്ട് അവർ വിൽക്കും കേട്ടോ, ലൈവായിട്ടുള്ള മീനുകൾ. മെയ് എന്തൊക്കെയോ നോക്കിക്കൊണ്ട് അവിടെ നിൽക്കുക. യു ക്യാൻ, യെസ് കമാൺ. ഇതിലെങ്കിലും വീഴട്ടെ. ഓക്കെ go yes oh it's okay all the best. You can, everything possible. Slowly release and go. Start moving. Move yeah. കുറെ നേരമായി. അയ്യോ ആക്സിലേറ്റർ അവൾ കറക്റ്റ് കൂട്ടുന്നില്ല. അവിടെ അവസാന ചാൻസ് ആണ്. എല്ലാം സാധിക്കട്ടെ, വിജയാശംസകൾ. കമാൺ go അല്ലാ. അതെ ഇവിടെ വീട്ടിൽ വന്നിട്ട് ഉമ്മായും എക്കയും കൂടെ, സോറി എക്കയെന്ന് മെയ് ഒന്നുമില്ല വെറുതെ മെയ്യും കൂടെ മലയാളം പറയാണ്. പറ മെയ്, മലയാളം പറ. അവളെ നമ്മളെ മലയാളം പഠിപ്പിക്കും അല്ലേ? സഹോദരൻ. നിനക്ക് എത്ര സഹോദരനുണ്ട്? ഒരു സഹോദരി, ഒരു സഹോദരൻ, സഹോദരി. മറ്റേ കമ്മത്താൻ കമ്മത്തില് മമ്മൂട്ടിയും ദിലീപും പറയുന്ന മലയാളം പോലെ ഉണ്ട്. മനസ്സിലാവണ്ട, അതാ നല്ലത്. കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ എപ്പി ബ്രോന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്, വൈഫ് വീട്ടില്. ഉപ്പായൊക്കെ എന്റെ വീഡിയോ കാണുന്ന ആളാണ് കേട്ടോ, സ്ഥിരമായിട്ട്. എന്തുണ്ട് വിശേഷം? സുഖല്ലേ? ഇത് നമ്മുടെ ബ്രോന്റെ പേരെന്താ? തൗഫീർ ബ്രോ. ഉപ്പാടെ പേരെന്താ? ഇവിടെ കുറെ ഭക്ഷണങ്ങളുണ്ട് കേട്ടോ. എന്താണെന്ന് ഉപ്പനെ പറഞ്ഞോ? എന്തൊക്കെയാ ഇവിടെ ഉള്ളത് കഴിക്കാൻ? നമ്മുടെ തെക്കൻകാർക്ക് പറഞ്ഞ ചിക്കൻ മന്തി, ബട്ടൂരി. ഇവിടെ നമ്മുടെ നെയ്പ്പത്തല്, ഇത് നമ്മുടെ ചിക്കൻ. പിന്നെ ഇതെന്താ? കേദർ ചിക്കൻ. പിന്നെ ഇത് ഡൈനാമിക് ചിക്കൻ.
അൽസ, That's Alisa. അലിസ കുറെ ഉണ്ട്. ഇത് എലിസ, ഇത് അലിസ. എല്ലായിടത്തും Mandi. മന്തി, Chicken mandi. chicken. This actually not our food. Kerala people copied us. It was Arab food, you know. It came from Yemen, Karand, you know, Arabian Peninsula. Alisa also. Alisa also. So basically, North Kerala food, everything copied. Yeah. Yeah. We have all kind of food. And this one. ഹെവി ഡിന്നറൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ തന്നെ വീഡിയോ ഇവിടെ കണ്ടോണ്ടിരിക്കുക. എന്റെ വീഡിയോ ഇവിടെ ഇതിലാണോ കാണുന്നത്? അതെ അതെ. Okay. ഇതാരാ? Taking a video of the video that you made. Yes. ഇടയിൽ പാതിരാത്രി ആയപ്പോൾ ചെറി ഹായ് ചെറി വന്നതിൻ്റെ ഇടയിൽ ഞാൻ ഇവരെല്ലാവരെയും കൊണ്ട് നമ്മൾ തെയ്യം കാണാൻ വേണ്ടി വന്നതാണ്. തെയ്യം വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ വീഡിയോ ഒക്കെ പയ്യെ ക്ലോസ് ചെയ്ത് വയ്ക്കാം. എല്ലാവരും ഉണ്ട് പാതിരാ.
ശരി തന്നെ. അസ്സലാമു അലൈക്കും. Alaikum assalam. കഴിഞ്ഞ ദിവസം തെയ്യമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ വന്നു. ഒരു 2-3 മണിക്കൂർ കിടന്നു. പെട്ടെന്ന് ഞാൻ എണീറ്റു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഇനി വേറൊരു സ്ഥലത്തോട്ട് പോവാണ്. ഇന്നെനിക്ക് കുറേ പരിപാടികൾ ചെയ്യാണ്ട് ഒന്നും നടക്കൂലെന്നാണ് കേട്ടോ തോന്നുന്നത്. എല്ലാം ലേറ്റായി. എൻ്റെ അമ്മ, ഇവര് പരിചയമുണ്ടോ? എന്തിനാണ് വിശേഷം? അടിപൊളി. നാളെ പോവാ? നാളെ പോവാ ഖത്തറില്. ഷബീർ ബ്രോന്റെ കൂടെ പോകുന്ന വഴിയിൽ നമ്മൾ കണ്ണൂർ കോക്ടെയിൽ. ഷബീർ ബ്രോ, എന്തുണ്ട് വിശേഷം? നാളെ ഖത്തറിൽ പോവാണ് കേട്ടോ ഷബീർ ബ്രോ ജോലിക്കായിട്ട്. ഇത്രയും നാൾ തിരുവനന്തപുരം ഒക്കെ ആയിരുന്നു. ഹൗ ഈസ് കണ്ണൂർ കോക്ടെയിൽ? It's good. Like a pudding. Pudding. So not good, right? Creamy. Creamy. And there is nuts inside, right? Yeah. And crunchy. Creamy and crunchy. ഇതിലിവിടെ ക്രഞ്ചി ഉള്ളത്. ഐ തിങ്ക് ബ്രോന്റെ വീട്ടിലെത്തി. What is that? ഉണങ്ങിയില്ല. ഞാൻ ഒന്ന് നല്ലപോലെ മയക്കമൊക്കെ കഴിഞ്ഞു. ഇതിൻ്റെ ഇടയിൽ നല്ല അടിപൊളി ഭക്ഷണമൊക്കെ കഴിച്ചായിരുന്നു. ഷബീർ ബ്രോൻ്റെ ഉമ്മ നല്ല അടിപൊളി ഭക്ഷണം ഉണ്ടാക്കി. നമ്മൾ എന്നിട്ട് ഇവിടുത്തെ മാട്ടൂളിലെ ബീച്ചിൽ വന്നിരിക്കുകയാണ്. ഇവിടെ ചെറിയ തൊണ്ട് അവിടെ എന്തൊക്കെയോ വരയ്ക്കുന്നുണ്ട്. അവിടെ എലിസ തൊണ്ട് അവിടെ അങ്ങറ്റം പോയി. ഇവിടെ മെയ് ഇരുന്ന് പടം വരയ്ക്കുന്നു. ഞാൻ ഇവരെയൊക്കെ പരിചയപ്പെടുത്തി തരാം കേട്ടോ. അസ്സലാമു അലൈക്കും. ഇതാണ് ഷബീർ ബ്രോന്റെ ഉമ്മ. ഇത് ഷബീർ ബ്രോന്റെ ആന്റി അല്ലേ? ഉമ്മാന്റെ അനിയത്തി. ഇത് ഫ്രണ്ടാണ്. എന്തുണ്ട് വിശേഷം? സുഖമല്ലേ? നമ്മളിവിടെ ഇങ്ങനെ ചെറിയ സ്വറവർത്തമാനല്ലേ, സ്വറവർത്തമാനമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മെയ് ഇവിടെ നിന്ന് വരച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തോ എന്തെങ്കിലും പറയാനുണ്ടോ? ബീച്ച് അടിപൊളിയായി, നല്ല അടിപൊളി ബീച്ച്. ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ. ഉമ്മാരെ ഫുഡ് അടിപൊളിയായിരുന്നു. ഉമ്മാക്ക് നാണം കേട്ടോ. ഞാൻ 2ാമത്തെ തവണയാണ് വന്നത്. മുമ്പ് ഞാൻ വന്നിട്ടുണ്ട്. പിന്നെ ഇതിപ്പോ 2ാമത്തെ തവണയാണ് കേട്ടോ ഇവിടെ വരുന്നത്. ഹായ്. ഒരു നാണം. മനോഹരമായിട്ടുള്ള ബീച്ചാണ് കേട്ടോ. ഈ ഒരു സ്ഥലത്ത് ഫുള്ള് തെങ്ങും തോപ്പുകളും. ഇവിടെ നമുക്ക് Airbnb-യിലൊക്കെ ഒരു അക്കോമഡേഷനൊക്കെ ഉണ്ട്. ഐഷ് ഹോം സ്റ്റേ ആൻഡ് അപ്പാർട്ട്മെന്റ്. അഥവാ ഇവിടേക്ക് വന്ന് നിൽക്കുന്നവർക്ക് ഇതുപോലുള്ള Airbnb-യിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്ന് നിൽക്കാം കേട്ടോ. നല്ല മനോഹരമായിട്ടുള്ള പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലം. ഉള്ളിലോ? അതിനോടടുത്ത് തന്നെ ആയിട്ട് ഇവിടെ ദാണ്ട് ചായക്കട. വൈകുന്നേരം നമുക്കൊന്ന് ചായ കുടിക്കാനും ഉപ്പിലിട്ടതൊക്കെ കഴിക്കാനൊക്കെ പറ്റിയതുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് ഇവരുടെ പ്രോപ്പർട്ടി വരുന്നത്. ദാണ്ട് ഇതാണ് നമ്മുടെ ലൊക്കേഷൻ. കണ്ടില്ലേ? ഇവിടെ Airbnb അവൈലബിൾ ആണ് അല്ലേ? വീഡിയോ കണ്ട ആൾക്കാരൊക്കെ വരും എന്തായാലും, ഇൻഷാ അല്ലാഹ്. നേരം ഒരു ലോഡ് കുട്ടികൾ ഇവിടെ വന്ന് ഇവരെ വളഞ്ഞിട്ട് അവർ പേരും സ്ഥലമൊക്കെ ചോദിച്ചിട്ട് ഇതാ ഓടി പോവാണ് കേട്ടോ. ഇവിടെ നമ്മുടെ സൺസെറ്റ് കഴിഞ്ഞു. ദിവസം ബീച്ചിലൊക്കെ പോയിട്ട് ഇതിനിടയിൽ നമ്മൾ വീട്ടിൽ പോയിട്ട് എന്തായിരുന്നു, നമ്മൾ എല്ലാവരും കൂടെ സിനിമയ്ക്ക് കാണാൻ വേണ്ടി പോയി കേട്ടോ. എല്ലാവരും കൂടെ നമ്മുടെ മമ്മൂട്ടിയുടെ സിനിമ കാണാൻ വേണ്ടി പോയി. എങ്ങനെ ഉണ്ടായിരുന്നു മെയ് സിനിമ? സ്കേറി. ഒരു മമ്മൂട്ടി സൈക്കായിട്ടുള്ള സിനിമയായിരുന്നു കേട്ടോ. മമ്മൂട്ടി കമ്പനി പ്രൊഡക്റ്റ് ചെയ്ത നമ്മുടെ ലൈക്ക് യു നമ്മുടെ എലിസും പിന്നെ ആരാ നമ്മുടെ ചെറി, ഷബീർ ബ്രോ എല്ലാവരും ഉണ്ടായിരുന്നു സിനിമ കാണാൻ വേണ്ടി. നല്ല സിനിമ ആയിരുന്നു. അവരൊക്കെ സബ്ടൈറ്റിലുള്ളതുകൊണ്ട് ഒരു മലയാളം മൂവി എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റി. ധാരാ ചവറ് കൊണ്ടിട്ടേക്കുന്നതാണോ വഴിയിൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇന്നലെ രാത്രി പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഹോട്ടലിലാണ് കേട്ടോ, കണ്ണൂരിലൊരു ഹോട്ടലിലാണ് വന്ന് സ്റ്റേ ചെയ്തത്. നമ്മുടെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ്. അവിടെ വന്ന് കിടന്നുറങ്ങി. രാവിലെ എണീറ്റു. എൻ്റെ പാസ്പോർട്ട് ബാംഗ്ലൂരിൽ നിന്ന് കൊറിയർ അയച്ചിട്ടുണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി പോവാണ്. ഞാനും മെയ്യും കൂടെ അങ്ങനെ പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി രാവിലെ നടന്നു പോവാണ് കേട്ടോ. എൻ്റെ പാസ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനങ്ങനെ ഇന്ത്യ വിടാൻ വേണ്ടി പോവാം. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഏതോ ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ്. എൻ്റെ പാസ്പോർട്ട് പൊട്ടിച്ച് നോക്കുന്നു. ഞാൻ ഇന്ത്യ വിടാൻ വേണ്ടി പോവാണ്. ഇന്ത്യ വിടാൻ വേണ്ടി നാളെ മറ്റന്നാളെന്തോ ഫ്ലൈറ്റാണ്.
അതിന് ജസ്റ്റ് എൻ്റെ പാസ്പോർട്ട് കയ്യിൽ വന്ന ഇപ്പോഴാണ് കേട്ടോ. അതായത് പാസ്പോർട്ട് വിസയുടെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് ഞാൻ ബാംഗ്ലൂർ വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് ഞാൻ വാങ്ങിച്ചത് കേട്ടോ. ഇത്രയും ദിവസം വാങ്ങിച്ചില്ല, ഞാൻ ഓടി നടക്കുകയല്ലായിരുന്നു. അങ്ങനെ അവസാനം എൻ്റെ പാസ്പോർട്ട് കിട്ടി. കണ്ടാൻ ഞാൻ ആക്ച്വലി പോകുന്നത് സർപ്രൈസ് ഒന്നുമില്ല, അമേരിക്കയിലോട്ട് പോവാണ്. ബട്ട് അമേരിക്ക വിസ എൻ്റെ അടുത്ത് ഓൾറെഡി ഉണ്ട് കേട്ടോ. ഒരു 6 മാസം മുന്നേ അമേരിക്കയുടെ വിസ എടുത്തിട്ടുണ്ട്. പിന്നെ അമേരിക്കയിൽ പോയില്ല, അമേരിക്കയുടെ വിസ കാണിക്കുന്നില്ല. അമേരിക്കയുടെ വിസ കുറേ നാളായി കേട്ടോ എടുത്തിട്ട് ഒരു 6 മാസം അടുപ്പിച്ചായി. പിന്നെ ഇപ്പം ഞാൻ UK വിസയ്ക്ക് കൊടുത്തു. UK പോകാനുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. UK വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തത്. പക്ഷേ UK കിട്ടിയപ്പം ഫ്ലൈറ്റ് ചാർജ് കൂടി. അതുകൊണ്ട് UK പ്ലാൻ ക്യാൻസൽ ചെയ്ത് ഞാൻ അമേരിക്കയിലോട്ട് പോവാണ്. അപ്പോൾ സീ യു സൂൺ അമേരിക്ക വിത്തൗട്ട് മെയ് അല്ലേ. വെള്ളയപ്പം മെയിൻ അപ്പം അറിയാവോ, വെള്ളയപ്പം അറിയില്ല അല്ലേ? കാരണം തിരുവനന്തപുരത്തൊക്കെ വെള്ളയപ്പം അങ്ങനെ പറയൂല, അപ്പം എന്നേ പറയുള്ളൂ. ഇവിടെ നമ്മുടെ കുറുമക്കറി കൊള്ളാലോ. ഇറ്റ്സ് എ ഫ്ലവർ. വാവ്, ഫ്ലവർ. വാവ്, ഇതാണ് കേട്ടോ നമ്മുടെ ഫ്ലവർ പോലുള്ള അപ്പം. എങ്ങനെയുണ്ട്? നല്ല രുചി. കൊള്ളാമോ? കൊള്ളാം. അടിപൊളി ടേസ്റ്റ് കേട്ടോ വെള്ളയപ്പത്തിന്. ഫീലിംഗ് മൈ I feel like I'm in another state. വൈ I don't know. Like it's different. I feel. ഡിഫറെൻറ്റ്. കണ്ണൂർ വന്നിട്ട് വേറെ സംസ്ഥാനം പോലെ തോന്നുന്നു കേട്ടോ. നല്ല കോംപ്ലിമെൻ്റ് ആണോ അഴിക്ക കോംപ്ലിമെൻ്റ് ആണോ എന്ന് അറിയില്ല. നമ്മൾ ഹോട്ടലിലോട്ട് വന്നിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്. Bye. Auf Wiedersehen. Tschüss. ഹായ് ബ്രോ. നമ്മൾ ഇവരുടെ അടുത്ത് ബൈയൊക്കെ പറഞ്ഞു, ബ്രേക്ക്ഫാസ്റ്റ് കാണിച്ചു കൊടുത്തു. ഇനി നമ്മൾ പോവാണ്. അവർ ട്രെയിൻ കയറി കൊച്ചിയിലോട്ട് പോകും, എന്നിട്ട് അവൾ തിരിച്ച് US പോകും. See you somewhere. Yeah. മെയ് വാ പോവാം. Let's go. Okay, you stay. I'll go. എൻ്റെ അടുത്ത് മെയ് ചോദിക്കുക നെക്സ്റ്റ് എവിടെയെന്ന്. മെയ് വിചാരിക്കുക ഭയങ്കര റെസ്റ്റ്. കാരണം ഞാൻ രാവിലെ പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. പിന്നെ അവരെ വിട പറഞ്ഞു, അവർക്ക് വേണ്ടിയുള്ള പ്ലാനുകളെല്ലാം ചെയ്തു. അവർക്ക് എവിടെ പോകണം, എന്ത് ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത എൻ്റെ ഒരു കൊറിയർ ഒരു ടീഷർട്ട് പ്രിൻ്റ് ചെയ്തിട്ടുള്ള ഒരു ടീഷർട്ട് കേട്ടോ. അത് ഞാൻ യാത്രയിൽ ഇടാൻ വേണ്ടിയുള്ള ഒരു സാധനം. അപ്പോൾ അത് ഞാൻ എന്താണ് കാണിച്ചു തരാം. അത് പറഞ്ഞു. ഇനി ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ഹൗസ് വാമിങ്ങിന് വേണ്ടി ഒരു ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി പോവാണ്. എന്നിട്ട് ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് ഒരാഴ്ച ആയി. അപ്പോൾ അങ്ങനെ പോവാണ്. മെയ്ക്ക് ചെറിയ മിസ് ചെയ്യുന്നു കേട്ടോ. It's so sad. Soon very sad. I will also go, okay? I'm okay. You okay with that? കള്ളം പറയല്ലേ, കള്ളം. ഞാൻ അർജന്റായിട്ട് ഒരു നമ്മുടെ കൂട്ടുകാരൻ്റെ ഹൗസ് വാമിങ്ങിന് വേണ്ടി വാങ്ങിച്ചു. I think ഒരു I will get. ഇഫ് യു ഗെറ്റ് കാർ ഈസ് മൈൻ, ഓക്കെ? It's mine. ഇറ്റ്സ് മൈ പ്രോഡക്റ്റ്. ഇറ്റ്സ് കാർ ഈസ് മൈൻ, ഓക്കെ? ഷബീർ ബ്രോ വന്നിട്ടുണ്ട്. ഷബീർ ബ്രോ, ഷബീർ ബ്രോന്റെ ഫ്ലൈറ്റ് ഇപ്പോൾ 4:30 ഫ്ലൈറ്റിനുള്ളിൽ നമ്മൾ ഇപ്പോഴും സാധനം വാങ്ങാൻ വേണ്ടി വന്നതാണ് കേട്ടോ. എൻ്റെ കൂട്ടുകാരൻ ജെഫ്രി എന്ന് പറഞ്ഞാൽ അവൻ്റെ വീട്ടിലെ പാലിയാച്ചിൽ കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ പോവാണ്. ബ്രോ ഹായ് പറ. പേരെന്താ? ഹാഫില്. ഷബീർ ബ്രോന്റെ കൂട്ടുകാരൻ ആകാശ്. ഷബീർ ബ്രോന്റെ കൂട്ടുകാരൻ ഇപ്പൊ എന്റെ കൂട്ടുകാരായി. നമ്മുടെ മെയ് കാറ് അടിച്ചിട്ട് തന്നില്ലെങ്കിൽ നോക്കിക്കോ, എന്റെ കൂപ്പണാണ് കേട്ടാ. ഞാൻ കൂപ്പൺ അവൾക്ക് കൊടുത്ത കേട്ടോ. കാറ് ബൈക്ക് എന്തൊക്കെയോ കിട്ടും. അതിന്റെ മറ്റേ ഇതോടെ ബാലൻസ് പകുതി ഇവിടെ, അതിന്റെ പകുതി കാറ് ബൈക്ക് സ്കൂട്ടർ കേട്ടോ. ഇടി വാങ്ങും കേട്ടോ. വണ്ടി ഞാനൊന്നും പറയില്ല. എല്ലാരും കേരള ജനമാകെ കേക്കട്ടെ, ഇത് ഞാൻ വാങ്ങിച്ച ഗിഫ്റ്റാണ്. കാറ് കിട്ടിയ മെയ്യുടെ പേരിലാണ് ഇട്ടത്. ലെക്ക് നോക്കാൻ വേണ്ടി മാത്രം ഇട്ടാണ്. കാറ് കിട്ടിയ എനിക്കാണ്. ഓക്കെ, സ്കൂട്ടർ കിട്ടിയ മെയ്ക്ക് സ്കൂട്ടർ കേട്ടോ. ഈ സ്കൂട്ടർ ഓർ ബൈക്ക് ഫോർ യു. ഞാൻ എപ്പോഴും പറയും, സ്കൂട്ടർ വല്ലോ പഠിക്കാൻ പോകും. തിരുവനന്തപുരത്ത് നിൽക്കുകയല്ലേ, വല്ലോ വണ്ടി പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ വേണ്ടി പോകും. ഡ്രൈവിംഗ് ക്ലാസ്സിന് സ്കൂട്ടർ വേണ്ടാണ് കേട്ടോ. ഈ സ്കൂട്ടർ ഓടിച്ചാൽ മതി, കാർ ഓടിക്കണ്ട. അവൾക്ക് സ്കൂട്ടർ വണ്ടിയൊന്നും ഓടിക്കാറില്ല. സുഖമായിട്ട് പഠിക്കാൻ പോയിരുന്നു, പക്ഷെ ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ അവൾക്ക് പഠിക്കാൻ പോയി. ഓക്കെ, ഡീൽ. ബൈക്ക് ആൻഡ് കാറ് മേയ്ക്കും. സോറി, ബൈക്ക് ആൻഡ് സ്കൂട്ടർ മേയ്ക്കും. കാറ് എനിക്ക് വേണം കേട്ടോ. ഒരു നോയില്ല. എസ് പറ. ഫിനിഷ്. എനിക്ക് കാർ വേണം. കാറല്ല. അപ്പോൾ നമ്മൾ ഇനി എയർപോർട്ടിലോട്ട് പോകുന്നു. അതിനു മുമ്പേ ഞാനൊരു സ്ഥലത്ത് വഴിയിൽ എന്റെ ടീഷർട്ട് ഞാൻ ഓപ്പൺ ചെയ്യുവാണ്. നമ്മുടെ കേരളത്തിനെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ഒരു ടീഷർട്ട്. അയ്യോ, ഇത് വലുതാണല്ലോ. ഓവർ സൈസ് ആണെന്ന് തോന്നുന്നു.
ഓവർ സൈസ് ആണല്ലോ വളച്ചോനെ. ഞാൻ പെട്ടെന്ന് പിന്നെ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഞാൻ ആക്ച്വലി കേരളത്തിന് വേണ്ടി ഒരു ചെറിയൊരു ടീഷർട്ട് ഇതാ ഇങ്ങനെ പ്രിന്റ് ചെയ്ത് കണ്ടിട്ട് കൊളായെന്ന് തോന്നുന്നുണ്ടോ. കൊളമായി. പടക്കമൊക്കെ ഇട്ടിരിക്കുന്നു. നമ്മൾ സമയമില്ലാത്ത സമയത്ത് പടക്കുന്ന പൊട്ടല്ലേ. ഓ പടക്കം പടക്കം റോഡിൽ പടക്കം. എവിടെ പോണ്? ഇങ്ങോട്ടല്ല പഠിച്ചവനെ. ജഫ്രിയുടെ വീടെത്തി. യെസ് ഇത് തന്നെ. ആ യെസ് ജഫ്രിയുടെ വീട്ടിലുള്ള നമ്മൾ വന്നു. ബ്രോ ഇനി പേടിക്കണ്ട, ഇനി ഫ്ലൈറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. വഴിയിൽ ബ്ലോക്ക് ഇല്ലെങ്കിൽ ഓടിക്കും, അല്ലെങ്കിൽ ഫ്ലൈറ്റ് പോകും കേട്ടോ. താങ്ക് യു കേട്ടോ. ടാറ്റാ. ആന്റി ഹായ് പറയുന്നോ? ജഫ്രിയുടെ അമ്മയും അച്ഛനും ഹായ്. I know English. Thank you. ആന്റി അമ്മയ്ക്ക് തലയിട്ട് കൊടുക്കുകയാണ് കേട്ടോ. പറഞ്ഞു കൊടുക്കടാ, നമ്മുടെ നാട്ടില് പെൺകുട്ടികൾ വന്നാല് കൾച്ചർ you know. ഹായ് പറയുന്നോ വീഡിയോയില്? ആ ഹായ് ഒക്കെ പിന്നെ പറയാം. നിന്റെ അടുത്ത് ജഫ്രിയുടെ അനിയത്തി. നിന്റെ പേരെന്താ? സനേനാന്ന് കണ്ടോ? കണ്ടായിരുന്നോ? സോറി സനയെ മറന്നുപോയി. നിന്നെ ഓർമ്മ ഉണ്ട്? സോനയെ ഓർമ്മ ഉണ്ട്. പിന്നെ പൂ കൊടുക്കുന്നത് ബ്യൂട്ടി. എന്തായാലും നൈസ് നൈസ്. എന്റെ അത്ര കളറില്ല കേട്ടോ. വരാം വേറൊരു ദിവസം വരാം. ആന്റി പോണേ. ടാറ്റാ. ഇതാണ് കേട്ടോ നമ്മുടെ ജഫ്രിയുടെ വീട്. ഇനി വരുമ്പോ എന്തായാലും വന്നിട്ട് നിന്നിട്ട് പോകും. ശരിയാണ്. അങ്ങനെ ജഫ്രിയുടെ വീട്ടിൽ നിന്ന് ഒരു 10 മിനിറ്റ് ഇരുന്നേ ഉള്ളൂ കേട്ടോ. സമയമില്ല. കുറച്ച് കൂടുതൽ സ്പെൻഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഇവിടെ വന്ന് നിൽക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. നടന്നില്ല. ഇവിടെ ഇലക്ഷൻ്റെ വിക്ടറി ആയിട്ട് ആൾക്കാരൊക്കെ റോഡിൽ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി മിക്കവാറും റോഡൊക്കെ ബ്ലോക്ക് ആയിരിക്കും. ഞാനും മെയും തിരിച്ച് നമ്മൾ കണ്ണൂർ വന്നിട്ട് ട്രെയിൻ കയറി പയ്യന്നൂർ കാസർഗോഡ് ഭാഗത്തോട്ട് പോകാനൊക്കെ ഉള്ള ഒരു പ്ലാനാണ്. ഇതോ അവിടെ എല്ലാം ഓൾറെഡി ഇലക്ഷൻ ആയതുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ വന്നു. ഏറനാട് ഏതോ ഒരു വണ്ടി കിട്ടാൻ വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ മെയ് ക്യാഷ് കൊടുത്ത് അകത്ത് വെച്ചല്ലേ. കൊള്ളാം. ഇതെല്ലാം തുറന്നിട്ട് ക്യാഷ് വന്നിട്ട് പൈ ഒളിപ്പിച്ച് വെക്കുകയാണ് കേട്ടോ. ക്യാഷ് ഫോർ മീ. ഓക്കെ നീ ഇതെടുത്തോ, ഇതെനിക്ക്. നമ്മുടെ ട്രെയിൻ എങ്ങനെ വന്നു? നല്ല തിരക്കാണല്ലോ. നല്ല തിരക്ക്. മെയ് നീ വെക്കാം, ഞാൻ വരണില്ല കേട്ടോ. യു ഗോ അലോൺ. സി യു. ദിസ് ഇസ് എ ഗുഡ് ബൈ. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് മെയ്യും ഞാനും ഇവിടെ വെയിറ്റ് ചെയ്യാണ് ഫോർ മൈ ഫ്രണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. പയ്യന്നൂറൊക്കെ വന്നപ്പോൾ ആൾക്കാർ ഫുള്ള് നോക്കുന്നുണ്ട്. ആ കാണുന്നതാണ് പയ്യന്നൂർ സിനിമ. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലെ വരാന്ത നമ്മുടെ തട്ടത്തിൽ മറയത്ത്. There is a movie here based on this place. Romantic movie. Thank you for coming. എന്തുണ്ട് വിശേഷം? നല്ലത്. താങ്ക് യു കേട്ടോ കൂട്ടാൻ വന്നതില്. ഹായ് പറ. അവന് നാണം കേട്ടോ. Hey. What is that? Okay. Here you are. That's yours. That is yours. What? മനസ്സിലാവണ്ട. തുറന്നു നോക്ക്. അവൾക്കായിരുന്നോ? Because I just said. ഇതിന്റെ ഇടയിൽ നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു റെസ്റ്റോറന്റ് തപ്പി, വെജ് റെസ്റ്റോറന്റ് തപ്പി ഒരു അടിപൊളി മീൽ കഴിച്ചു. How was the food? Really nice. Thank you. I love it. ബ്രോ സോറി കേട്ടോ, നമ്മള് വിടുവാ. നമ്മള് ഭക്ഷണം കഴിച്ചു വിടുന്നു കേട്ടോ. ഞാൻ 5:30 ട്രെയിൻ ഉള്ളൂ എന്ന് വിചാരിച്ചു. പെട്ടെന്ന് നോക്കിയപ്പോൾ വേറൊരു ട്രെയിൻ കണ്ടു. പിന്നെ ഞാൻ വിചാരിച്ചു അതെടുക്കാം. നമ്മൾ പോയിട്ടൊന്ന് റെസ്റ്റ് എടുത്തിട്ട് കാസർഗോഡ് നിന്ന് അടുത്ത ട്രെയിൻ കയറി പോകേണ്ടതല്ലേ. അപ്പോൾ അങ്ങനെ ഇവിടുന്ന് വിടുകയാണ് കേട്ടോ.